രാധാകൃഷ്ണൻ സാർ, നല്ല സന്തോഷമുണ്ടല്ലേ? വളരെ സന്തോഷത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായി അങ്ങ് സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുന്ന പാർട്ടി തലസ്ഥാന നഗരിയുടെ ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷൻ, ഏറ്റവും വലിയ കോർപ്പറേഷൻ, ഏറ്റവും ശ്രദ്ധേയമായ തലസ്ഥാന നഗരി, BJP ശ്രദ്ധേയമായ കോർപ്പറേഷൻ. ഇത് കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കും? കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാക്കാൻ പോകുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ കേരളത്തിൽ കാണാത്ത വിധത്തിലുള്ളൊരു വികസനത്തിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഭരണ സംവിധാനം അവിടെ BJP കാഴ്ചവെക്കും. കാരണം ഞങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസനം പറഞ്ഞിട്ടുള്ളത്, വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വികസനം പറഞ്ഞാണ് ചെയ്തത്. UDF, മറ്റേ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മൈനോറിറ്റികളുടെ ഒരു ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവർക്ക് വികസനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമില്ല. ഹിന്ദു ഏകീകരണം BJP ലക്ഷ്യമല്ലേ? ഹിന്ദു ഏകീകരണമല്ല, മൊത്തം ജനങ്ങളുടെ ഏകീകരണം BJP ലക്ഷ്യമാക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളുടെയും ഏകീകരണം. ഞങ്ങളൊരു കാര്യം, നേരത്തെ ഒരു കണക്ക് ഉള്ള സാധനം തന്നെയുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ജില്ലയാണ് മലപ്പുറം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്ന ജില്ല മലപ്പുറമാണ്. എന്നിട്ടോ? അല്ല ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. വികസനത്തിൽ ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, പ്രാദേശിക വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ സർവർക്കും വികസനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സമ്പ്രദായം BJPക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിയും. തിരുവനന്തപുരത്ത് അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലായിടത്തും മാറ്റം ഉണ്ടാക്കും. കാരണം കേരളത്തിൽ ഇപ്പോഴും അത് കാണിക്കാൻ പറ്റുമല്ലേ? തിരുവനന്തപുരം കണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയും. കേരളത്തിൽ ഇപ്പോഴും ഒരു വികസനത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. നമ്മൾ വളരെ എന്താ പറയേണ്ടത്, ഇത്രയേറെ ഈ മാമൂലുകളിൽ വിശ്വസിച്ച് രാഷ്ട്രീയത്തിൽ നീങ്ങുന്നൊരു ജനത കേരളം പോലെ വേറെ ഇല്ല. നമ്മൾ ഒരു സ്ഥലത്തും വേറൊരു തരത്തിൽ അതിനെ ആലോചിക്കില്ല. നമ്മളിപ്പോഴും മൂന്നാർ നിലനിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ടീ പ്ലാന്റേഷൻ വേണം. ആ ടീ പ്ലാന്റേഷനിൽ വളരെ നാരകീയം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളും അവിടെ എന്നും വേണം. നമ്മുടെ ആഗ്രഹം അതാണ്. എന്നാൽ ആ സ്ഥലത്ത് നമുക്ക് വേറെ പലതും ചെയ്യാം. ആ സ്ഥലത്ത്, മൂന്നാർ പോലുള്ളൊരു സ്ഥലത്ത്, അവിടെ ഒരു ചെറിയൊരു ഡെസ്ക്ടോപ്പ് എയർപോർട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി അത് മാറ്റാൻ കഴിയും. ഏറ്റവും വലിയ മെഡിസിനിലെയും എൻജിനീയറിങ്ങിലെയും അഗ്രികൾച്ചറിലെയും സോഷ്യൽ സയൻസിലെയും ഒക്കെ ഇക്കണോമിക്സിലെയും ഒക്കെ വലിയ രീതിയിലുള്ള ഗവേഷണശാലകൾ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. സാറിനോട് അപ്രിയമായ ചോദ്യമാണ്. നിങ്ങളുടെ പാർട്ടി പന്തളം കോർപ്പറേഷൻ നഗരസഭ ഭരിച്ചിരുന്നു, പാലക്കാട് ഭരിച്ചിരുന്നു. പാലക്കാട് ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കക്ഷിയാണ്. അവിടെ UDFും LDFും കൂടെ ചേർന്നാണ്. അവർ ഇന്ത്യ മുന്നണിക്കാരാണ്, വേണേൽ ചേർന്നുകൂടാകുകയില്ല. ഇവിടെ നമ്മുടെ കിഴക്കമ്പലത്ത് CPMൻ്റെ ചുവന്ന കൊടിയും കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടിയും ഒരുമിച്ച് കെട്ടിയിട്ടാണ് 2020 തോൽപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചാണ് മത്സരിച്ചത്. അതുപോലെ പാലക്കാട് BJP അധികാരത്തിൽ വരണ്ട എന്ന് തീരുമാനിച്ച ഒരു കളി ഇടത് വലത് മുന്നണികൾ കളിച്ചാൽ BJP ഇത്തിരി വിഷമിക്കും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, പന്തളത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഇപ്പോൾ കിട്ടിയപ്പോൾ സാർ ഇങ്ങനെ വലിയ വികസനം, മൂന്നാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പ്രസംഗിച്ചു. പക്ഷേ ഇത് പന്തളത്തും പാലക്കാട് കണ്ടില്ലല്ലോ. അല്ല, അത് ഞങ്ങൾ അതിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിച്ചു. കാരണം പന്തളം പോയി, പാലക്കാട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പന്തളം പോയി, പന്തളത്തിലെ ഭരണം മോശമായിരുന്നു, ഒരു സംശയവും വേണ്ട. തിരുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. പാർട്ടി തോറ്റുപോയി. പാർട്ടിക്കകത്ത് വിജയിക്കാൻ കഴിഞ്ഞില്ല, അവരെ തിരുത്തിയില്ല. പാർട്ടി തോറ്റുപോയി എന്ന് പറയുന്നത്. പാർട്ടി തോറ്റെന്ന് ഞാൻ പറയില്ല, വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിക്കകത്ത് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം അത്ര മോശമായ രീതിയിൽ പന്തളത്തിൽ ഭരണം നടത്താൻ അവർ ശ്രമിച്ചു. അതുതന്നെ ഒരു ശരിയായ രീതി ആയിരുന്നില്ല. ആദ്യം മുതലേ തന്നെ അവിടെ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം മുതൽ അതിൻ്റെ ചെയർപേഴ്സണെ നിശ്ചയിച്ച ആ സമയം മുതൽ തന്നെ ഞാനതിന് സാറിനെ കുറ്റം പറയാം. സാറ് ഇപ്പോഴും അന്നും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. പന്തളത്ത് പാർട്ടിക്ക് ആറ്റുനോറ്റ് ഭരണം കിട്ടിയ ഒരു നഗരസഭയുടെ ഭരണം മോശമാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ഉണ്ടല്ലോ, വൈസ് പ്രസിഡൻ്റായ അങ്ങനെയുണ്ട്. ഞാനടക്കമുള്ള എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതും പന്തളം പോലൊരു സ്ഥലം, പന്തളം പോലുള്ളൊരു സ്ഥലത്ത് അവിടെ ആദ്യം അതിൻ്റെ ചെയർപേഴ്സണെ നിശ്ചയിച്ച ആ സന്ദർഭം മുതൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു.
ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ആ പ്രശ്നം നമുക്ക് രമ്യമായിട്ട് പരിഹരിച്ച് കൊടുത്ത് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ കുഴപ്പമൊന്നും ഞാൻ പറയില്ല, നമ്മുടെ കുഴപ്പമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്കേ പറയാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ട് അവർ വോട്ട് ചെയ്യും. ഞങ്ങളല്ല, നിങ്ങളാണ് തോറ്റത്. അല്ല, ഇത് ഞങ്ങൾ തോറ്റു എങ്കിലും ഞങ്ങൾ തോക്കാനുള്ളൊരു കാരണമുണ്ട് അതിനകത്ത്. പാലക്കാടും ഇതുപോലെ തന്നെ ഭരണത്തിൽ വന്നതിന് ശേഷം അധികാര തർക്കങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ വായിച്ചല്ലേ, അവിടെ പലതരത്തിലുള്ള അധികാര തർക്കങ്ങൾ വന്നു. ആ അധികാര തർക്കങ്ങൾ പലപ്പോഴും ഒരു പൊട്ടിത്തെറിയുടെ വക്ക് വരെ എത്തി. പക്ഷേ പൊട്ടിത്തെറിക്കാതെ തന്നെ അതെല്ലാം പരിഹരിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഭരണം കിട്ടിയ പ്രശ്നമാണല്ലേ? ഭരണം കിട്ടിയാൽ പ്രശ്നത്തിൻ്റെ അല്ല, ഭരണം കിട്ടുമ്പോൾ ചിലർ പ്രശ്നം ഉണ്ടാക്കും. അത് എവിടെയും ഉണ്ടാകും. പക്ഷേ അതിനെ ആ പ്രശ്നമില്ലാത്തൊരു ഭരണത്തിൻ്റെ മാതൃക ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് BJP. അത് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. ഒരു പ്രശ്നമില്ലാതെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലൊക്കെ ശരിയാണ്. അതെ, കേരളത്തോട്ട് വരുമ്പോൾ അല്ല, താഴത്തെ കേരളത്തിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ നീങ്ങുന്നത് വലിയ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ്. കാരണം കേരളത്തിൽ ഓൾറെഡി 2ആയിട്ട് ഡിവൈഡ് ചെയ്തൊരു സമൂഹമാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ തിക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും, ഈ കേരളത്തിൽ വളർച്ചയുള്ള ഏക പാർട്ടി BJP. സംശയമില്ല, അതിവേഗം വളരുന്ന പാർട്ടി, വളർച്ചയുള്ള ഏക പാർട്ടി. ബാക്കി ആർക്കും വളർച്ചയില്ല. അവർ ഈ ട്രഡീഷനിലേക്കാണ്. ഞാൻ മൂന്നാറിലേക്ക് തന്നെ വരാം. ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാർ പലതരത്തിൽ വികസിപ്പിച്ചെടുക്കുമായിരുന്നു. BJPക്ക് അത്തരം ഭാവനാസമ്പന്നമായ പദ്ധതികളുണ്ട്. തിരുവനന്തപുരത്ത് ഞങ്ങളത് നടത്തി കാണിച്ചു തരും. അല്ല, ഈ പാലക്കാടിൻ്റെയും പന്തളത്തിൻ്റെയും ബാധ അല്ല, ഈ പാലക്കാട് പക്ഷേ ഭരണം സാമാന്യം ഭേദമായിരുന്നു, നല്ല ഭരണമായിരുന്നു എന്ന് പറയുന്നുണ്ട് പൊതുവിൽ. പാലക്കാട് നല്ല ഭരണമായിരുന്നു. പക്ഷേ ആ പന്തളത്ത് അങ്ങനെയല്ല. പന്തളത്ത് ഭരണം നന്നായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും പാലക്കാട് പ്രശ്നം ഉണ്ടായി. പാലക്കാട് എന്ത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പന്തളത്ത് അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ പന്തളത്തും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഓരോ സന്ദർഭത്തിലും പോയിട്ട് ഇങ്ങനെ പ്രശ്നം പരിഹരിച്ച് പോകലായിരുന്നു. അല്ല, ഇത് തിരുവനന്തപുരത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാനുള്ള അത് തിരുവനന്തപുരത്ത് അതുണ്ടാകില്ല. തിരുവനന്തപുരത്ത് അതിന് വേണ്ടി ആരെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആൾ പാർട്ടിയിലുണ്ടാകില്ല. അത് ഞാൻ പറയാം. അങ്ങനെ പാർട്ടിയിലുണ്ടായില്ലെങ്കിൽ 1-2 സീറ്റിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 100 സീറ്റുകളിലേക്ക് നടന്നുള്ളൂ. ഒരു വാർഡിൽ ഇലക്ഷൻ നടക്കാനുണ്ട്, 101ാമത്തത്. ഞങ്ങൾക്ക് 50 സീറ്റ് ഉണ്ടെന്ന് സമ്മതിക്കുമല്ലോ. 50 സമ്മതിച്ചു. 50 സീറ്റ് വെച്ച് ഞങ്ങൾ ഭരിച്ചോളാം. ബാക്കി 19 ആയിരിക്കണം. നിങ്ങൾ ഈ 19-29 കാട്ടിയിട്ട് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ 50 സീറ്റ് വെച്ച് ഭരിച്ചാൽ മതി. നമ്മുടെ ആഗ്രഹം അതാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് വരെ ഈ കേരളത്തിൽ കാണാത്ത ഒരു വികസന മാതൃകയുടെ ഭരണം ഞങ്ങൾ തിരുവനന്തപുരം. അത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വ്യത്യസ്തമായി പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒളിമ്പിക് സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയം വരുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വികസനം എന്ന് പറയുന്നത് മുന്നോട്ട് വെച്ച് ആകെ സംസാരിച്ചത് RC മാത്രമാണ്. അതിനെ ശിവൻകുട്ടിയെ പോലെയുള്ള ഈ ഫ്രോഡ് മന്ത്രിമാർ വന്നിട്ട് കളിയാക്കുകയും ചെയ്തു. അവർക്കിതൊന്നും പറയാൻ കഴിയില്ല. കാരണം ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം ലോക ഭൂപടത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരമെങ്കിലും കൊച്ചി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. കൊച്ചി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് സ്ഥാനം. അതെ. അതിന് കാരണം തിരുവനന്തപുരം ഇങ്ങനെ അവഗണിക്കപ്പെട്ട അല്ല, അതെന്താ കാര്യം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ വികസന സാധ്യതകൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതെ. ഒരു തലസ്ഥാന നഗരിക്ക് ഉണ്ടാകേണ്ട പ്രൗഢി ഒന്നുമില്ല, തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടില്ല. തിരുവനന്തപുരത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു കാര്യം, ഈ തിരുവനന്തപുരത്ത് വിമാനത്താവളമുണ്ട്, ശ്രീപത്മനാഭനുണ്ട്. പക്ഷേ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഒരു ഗരിമ തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും. 2 എയർപോർട്ടും തമ്മിൽ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. അത് അങ്ങനെ വരേണ്ടതല്ലേ അവിടെ. ഞാനൊരു 5-6 മാസം മുമ്പ് പോകുമ്പോഴത്തേക്ക് യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്ന അവിടത്തൊക്കെ തെരുവ് പട്ടികൾ ഉറങ്ങിക്കിടപ്പുണ്ട്. അല്ല, അത് വളരെ മോശമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അത് മാറുമെന്ന് തോന്നുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിയാണ് ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് അതിങ്ങനെ അലമ്പായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് തിരുവനന്തപുരം ഒരു ഇൻ്റർനാഷണൽ മാപ്പിങ്ങിൽ തിരുവനന്തപുരം വന്നുപെട്ടിട്ടുള്ളത്. അത് വിഴിഞ്ഞം തുറമുഖം വന്നുകൊണ്ടാണ്. ഇനി തീർച്ചയായിട്ടും ശരിയാണ്, ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് നടത്താൻ പറ്റുന്ന സ്റ്റേഡിയം വേണം.
അതൊക്കെ വികസനമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതും വികസനമാണ്. അതല്ലേ പിന്നെ എന്താ വികസനം? അല്ല, അത് വികസനമാണ് എന്നുള്ളതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക മുന്നേറ്റമുണ്ട്. പിന്നെ വളരെ വലിയൊരു സാമ്പത്തിക മുന്നേറ്റമുണ്ട്. ആ സാമ്പത്തിക മുന്നേറ്റമൊക്കെ വരുമ്പോഴാണ് ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വികസനം ഉണ്ടാക്കിയെടുക്കുന്ന ഭരണമാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുത്താൻ പോകുന്നത്. ഏതായാലും തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം BJPക്ക് ജനങ്ങൾ സ്വർണ്ണ തളികയിൽ വെച്ച് തന്നിരിക്കുകയാണ്. നാളെ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി, BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രിക്കുള്ള സ്യൂട്ട് വരും. ഉണ്ട്. അവിടെ ഒരു മുഖ്യമന്ത്രി വരണം എന്നുള്ള, അല്ല അത് വരും, അതിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ പടിയാണ്. ഒന്നാമത്. പക്ഷേ തിരുവനന്തപുരത്ത് വേറൊരു പ്രത്യേകത കൂടി നിങ്ങൾ കാണണം. തിരുവനന്തപുരത്തിന് ഉള്ളൊരു പ്രത്യേകത, തിരുവനന്തപുരത്താണ് ആദ്യമായിട്ടൊരു BJP സ്ഥാനാർത്ഥിക്ക് 1,00,000 വോട്ട് പാർലമെൻറ്റിൽ കിട്ടിയത്. മറ്റേ കേരളവർമ്മ മത്സരിച്ചപ്പോൾ. അത് ഹിന്ദു മുന്നണിയോ അങ്ങനെ മറ്റല്ല? അല്ല അതെ, കേരളവർമ്മ മത്സരിച്ചു ഇപ്പോൾ കിട്ടിയത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തു നിന്നാണ് ആദ്യമായിട്ടൊരു MLA ജയിച്ചു വന്നത്. തിരുവനന്തപുരത്താണ്. ആ മണ്ഡലം നിലനിർത്താൻ പറ്റില്ല. പിന്നെ അത് പോയിക്കോട്ടെ, അതൊക്കെ നിൽക്ക്. ജയിച്ചു വന്നത് അവിടെ നിന്നാണ്. നിലനിർത്തിയോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ജയിച്ചു വന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന സ്ഥലവും തിരുവനന്തപുരമാണ്. അതെ, സംശയമൊന്നുമില്ല. അപ്പോൾ ആ തിരുവനന്തപുരത്ത് നിന്നായിരിക്കും BJPയുടെ മാറ്റത്തിൻ്റെ തുടക്കം. അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അത് വലിയ സന്തോഷമാണ്. സാർ അത് അംഗീകരിച്ചില്ലെന്ന്. പക്ഷേ അപ്പോഴും ഞാൻ പറയും, പന്തളവും പാലക്കാടും മനസ്സിലുണ്ടാവണം. അല്ല, പന്തളവും പാലക്കാടും തീർച്ചയായിട്ടും അതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ അതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനുള്ള കരുത്തുറ്റ നേതൃത്വം ഇപ്പോൾ പാർട്ടിക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ലത് വരട്ടെ. ഓക്കെ.